ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു ചിക്കൻ റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിതാ കുറച്ച് ചിക്കൻ പീസസ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതാ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയിട്ട് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സോയാ സോസും ചേർത്തിട്ട് നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് കൂടുതലാവാതെ ശ്രദ്ധിക്കണം. കുറഞ്ഞ ഉപ്പാണ് നമുക്കിതിലേക്ക് വേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി മാറ്റി വെക്കാം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി ഇതിലേക്ക്. അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതാ പാനിലോട്ട് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് വരെ മാറ്റി വെച്ചാൽ മതി, റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. എന്നിട്ട് ഇതാ ചിക്കൻ ഇതിലേക്കിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് തിരിച്ചും മറിച്ചോട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ കുറച്ചൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ബട്ടറാണ്. ബട്ടർ നമുക്ക് ഇതിൽ ഇടയ്ക്കൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ബട്ടറൊക്കെ ഇട്ട് മിക്സാക്കിയ ശേഷം നമ്മുടെ ചിക്കനൊക്കെ ഒരു ചെറുതായിട്ടൊരു പൊരിഞ്ഞ രീതിയിൽ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കാനുള്ളത്. ഒരു 3-4 ടേബിൾ സ്പൂണ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലിന് പകരമായിട്ട് നമുക്ക് ഫ്രഷ് ക്രീം ആയാലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിക്കേണ്ടത്. കൂടുതൽ ഒഴിക്കാൻ പാടില്ല. ഒരു 3-4 തുള്ളി ഒഴിച്ചാൽ മതി. അപ്പോൾ അതും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കുന്നത്. ഞാൻ 2 ബ്രസ്റ്റ് പീസാണ് എടുത്തത്. അപ്പോൾ അങ്ങനെ ഒഴിച്ച് പിന്നെ ഇതാ നമ്മൾ മെയിനായിട്ട് വേണ്ടത് ഈ ഒരു കോണാണ്. അത് 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതാ 1 ടേബിൾ സ്പൂണും കൂടെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കാം. വീട്ടിൽ ചിക്കൻ ഉണ്ടെങ്കിൽ വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും. അത്ര ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നന്നായി മിക്സാക്കിയ ശേഷം ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയിലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കോൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലുള്ള ഈ ഒരു കോണ് കഴിക്കാൻ തന്നെ കുട്ടികൾക്കും എല്ലാവർക്കും അത് തന്നെ മതിയാവും. അത്ര ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണേ.